ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവില് ശ്രുതിയുടെ ആ ഷോറൂമിലേക്ക് വരുന്നുണ്ടല്ലോ. അന്നേരം ശ്രുതി കാണുമ്പോൾ തന്നെ പറയും, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എനിക്ക് നിന്റെ അടുത്തൊന്നും സംസാരിക്കാനില്ല. നീ ചെയ്തതൊന്നും എന്റെ മനസ്സിൽ നിന്നും പോവുകയില്ല. ഇവിടെ കസ്റ്റമേഴ്സും സ്റ്റാഫൊക്കെ ഉണ്ട്, അവര് ശ്രദ്ധിക്കുന്നുണ്ട്. നീ ഒന്ന് പോയേ, എനിക്ക് ഒരുപാട് പണിയുണ്ട് എന്ന് പറയും. അന്നേരം നമ്മുടെ ശ്രുതി എന്നെ ഒഴിവാക്കാൻ തീരുമാനിക്കുകയാണോ? ശ്രുതിയുടെ മനസ്സിൽ നിന്ന് ഞാൻ അങ്ങനെ പോവില്ല എന്ന് എനിക്കറിയാം. ശ്രുതി, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കെന്ന് പറയുമ്പോഴേക്കും അവിടേക്ക് ചന്ദ്ര എത്തും. എടീ എന്ന് വിളിച്ചിട്ട്. അപ്പൊ ഇവര് രണ്ടുപേരും ഞെട്ടിപ്പോവാൻ കേട്ടോ. ശ്രുതിക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. അമ്മേനെ കാണുമ്പോൾ തന്നെ വേഗം ഓടിച്ചെന്ന് അമ്മേന്ന് വിളിച്ച് പോവാണ്. ഡാ, നീ പറഞ്ഞിട്ടാണോ ഇവള് വന്നേ? അയ്യോ അല്ല അമ്മേ എന്ന് പറയുമ്പോൾ, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, അമ്മേ പതുക്കെ, കസ്റ്റമേഴ്സും സ്റ്റാഫൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, ആ ബോധം നിനക്കുണ്ടെങ്കിലേ ഇവളെ ആദ്യമേ ഇവിടുന്ന് പുറത്താക്കിയാനെ. നീ അത് ചെയ്തില്ലല്ലോ, എന്തിനാണ് ഇങ്ങോട്ട് വന്നേ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ, ആന്റി പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുക. ഞാൻ ഇത്രയും വലിയ കള്ളം പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ എന്നൊക്കെ പറയുമ്പോഴേക്കും, അതൊന്നും ഇനി പറയേണ്ട കാര്യമില്ല, അതെല്ലാം ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങളും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല. എനിക്കറിയായിരുന്നു കള്ളക്കണ്ണീര് കൊണ്ട് ഇവന്റെ മനസ്സലിയിപ്പിക്കാൻ നീ ഇങ്ങോട്ട് വരുമെന്ന്. ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ വന്നതെന്ന് പറയും. അങ്ങനെ ശ്രുതിയെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയുടെ ഓഫീസ് ടൈം കഴിഞ്ഞിട്ടും വീട്ടിലെത്തുന്നില്ല കേട്ടോ. അന്നേരം ചന്ദ്ര ഭയങ്കര ടെൻഷനിലാണ്. ചന്ദ്ര ചോദിക്കും, ഇവൻ എവിടെ പോയെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ സച്ചി പറയും, അവനെ ആ പാർലറെടുത്തിയാ കാണാൻ വേണ്ടി പോയിട്ടുണ്ടാവും. ഇല്ല, ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല, എന്നെ ധിക്കരിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ രവി പറയുന്നുണ്ട്, ശ്രുതിയുടെ കാര്യത്തിൽ നീ പറഞ്ഞത് കേൾക്കണമെന്നില്ല എന്ന് പറയുമ്പോഴേക്കും രേവതിയും പറയുന്നുണ്ട് കേട്ടോ, അന്ന് നീലമ്മയുടെ കാര്യത്തിൽ എന്താ ഉണ്ടായേ? അമ്മ അവളെ കാണരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴും അദ്ദേഹം അവളെ കാണാൻ വേണ്ടി പാത്തും പതുങ്ങിയും പോയില്ലേ എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ചന്ദ്ര കുറച്ചൊക്കെ ഇങ്ങനെ വിശ്വസിച്ച് വരുമ്പോഴേക്കും സച്ചി പറയും, പാർലറെടുത്തിയെ കാണാൻ പോയാൽ പിന്നെ അവന് വിടത്തില്ലാന്ന്. അപ്പോഴേക്കും ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്ര. അപ്പോഴേക്കും ശ്രുതി കയറി വരുന്നുണ്ട് കേട്ടോ. ഡാ, അവിടെ നിൽക്കടാ, നീ എവിടെ പോയതായിരുന്നു എന്ന് പറയുമ്പം, ലോഡുണ്ടായിരുന്നു അമ്മേ, അത് ഷോറൂമിൽ കയറ്റി വരാൻ താമസിച്ചാന്ന് പറയുമ്പോൾ, നീ എന്നോട് കള്ളം പറയുന്നുണ്ടോ? നീ അവളെ കാണാൻ പോയടാ? അയ്യോ അമ്മേ, ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല, അവളെ ഞാൻ ഫോണിൽ കൂടി വിളിക്കാറില്ല, അമ്മയെ ധിക്കരിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതി അങ്ങ് കയറിപ്പോവും. പിന്നെ റൂമിലിരുന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. ബീരാൻ രവിയോട് പറഞ്ഞ ആ ഒരു കഥയൊക്കെ ഉണ്ടല്ലോ, അച്ഛൻ മലേഷ്യയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞതും മരിച്ചതൊക്കെ. അത് ചോദിക്കുമ്പോൾ ബീരാൻ പറയും, അതൊക്കെ ശ്രുതി പറയാൻ പറഞ്ഞിട്ടുള്ള കള്ളങ്ങളായിരുന്നു എന്ന്. അതൊക്കെ ഇങ്ങനെ കേട്ട് ഭയങ്കര ടെൻഷനിലാണ് നമ്മുടെ ശ്രുതി. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് മദ്യ ഷോപ്പിൽ പോയി കുടിക്കുകയാണ് കേട്ടോ, ആ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട്. അവിടെ വെച്ച്, നിന്റെ ഭാര്യ കള്ളം പറഞ്ഞില്ലല്ലോടാ, എന്റെ ഭാര്യ ഭയങ്കര കള്ളിയാ, അവളെന്നെ ചതിച്ചു. ചെറിയ കള്ളൊന്നല്ല അവള് പറയാറുള്ളത്, വലിയ വലിയ കള്ളങ്ങളാ എന്നൊക്കെ പറഞ്ഞു വീണ്ടും കുടിക്കുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ ഫ്രണ്ട് പറയുന്നുണ്ട്, മതിയടാ, നിന്റെ ഭാര്യ കള്ളം പറയാത്തോണ്ട് നീ കുടിക്കുന്നില്ല, പക്ഷെ എന്റെ ഭാര്യ എന്നെ ചതിച്ചു, ഞാൻ ഇനിയും കുടിക്കും എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഓവറാവുന്നുണ്ട്. അങ്ങനെ അയാള് ബൈക്കിൽ വെച്ച് വരുവാണ് കേട്ടോ ശ്രുതിയെ. അന്നേരം കാർത്ത് വിളിക്കുന്നുണ്ട്, അയ്യോ എന്റെ ഭാര്യ എന്നെ ചതിച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നേരം ഫ്രണ്ട് പറയുന്നുണ്ട്, നീ കുറെ നേരമായി ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കുക, എനിക്ക് ബാലൻസ് പോകുന്നു ബൈക്കിന്റെ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അവര് പോലീസുകാർ പിടിക്കാണ്. അന്നേരം ഈ ഫ്രണ്ടിനോട് ഊതാൻ വേണ്ടി പറയുമ്പോൾ, ഇല്ല സാർ ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഊതിപ്പിക്കാണ് കേട്ടോ. അത് കാണുന്ന ശ്രുതി വന്നിട്ട് ഇടയ്ക്ക് കയറി സംസാരിക്കും. പോലീസ് മറ്റാരുമല്ല, അരുണാണ്. അതെ, എനിക്കിപ്പോൾ അറിയണം, എന്റെ ഫ്രണ്ട് കുടിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ അവനെ കൊണ്ട് ഊതിച്ചേ? അതുകൊണ്ട് സാറ് അവൻ്റെ അടുത്ത് സോറി പറഞ്ഞേ പറ്റുള്ളൂ, ഇതെൻ്റെ പ്രതിഷേധ, സോറി പറഞ്ഞേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഫ്രണ്ട് പറയും, എടാ നീ ഒന്നും ഇങ്ങ് വന്നേ, നമുക്ക് പോവാം. സാറേ, അവൻ കുറച്ച് അധികം മദ്യപിച്ചിട്ടുണ്ട്, സാറൊന്ന് അവനോട് ക്ഷമിക്കുക എന്നൊക്കെ പറയുന്നു. അപ്പോഴും നമ്മുടെ ശ്രുതി വരാൻ കൂട്ടുവെക്കുന്നില്ല കേട്ടോ. സാർ എൻ്റെ ഫ്രണ്ടിനോട് സോറി പറയണം, കുടിക്കാത്ത അവനെ കൊണ്ട് എന്തിനാ ഊതിപ്പിച്ചെന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് അവിടെ സീനാക്കുന്നുണ്ട്. അതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ബൈ.